ഗുഡ് ഡേ വ്യൂവേഴ്സ്, വെൽക്കം ടു ചിൻസ. ഇന്ന് ഞാൻ വീണ്ടും ഒരു അടിപൊളി ഫ്രോക്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇത് ഫ്രോക്ക് എന്ന് പറയണോ അല്ലെങ്കിൽ ഒരു ഉടുപ്പ് പോലെ എന്നൊക്കെ പറയാം നമുക്ക്. അടിപൊളിയായിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ഫ്രോക്കാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. മീഷോ എന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അധികം റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല, റേറ്റ് ഇല്ല, ഞാൻ ലാസ്റ്റ് പറയാം. അപ്പൊ നമുക്ക് ഇത് ആദ്യം അൺബോക്സിങ് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, നല്ല അടിപൊളി പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. സൂപ്പർ കാർഡൊക്കെ അവർ ഇതിന്റെ കൂടെ വെച്ചിട്ടുണ്ട്. മീഷോന്റെ 5 സ്റ്റാർ കാർഡ്. ഇതിപ്പോ എല്ലാത്തിലും വെക്കുന്നുണ്ടോന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു ടോപ്പ്. നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള ഫ്രിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രിൽസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം മേലത്തേക്ക് വരുമ്പോ ഇങ്ങനെ ഒരു 3-4 ലെയർ ആയിട്ടാണ് ഈ ഒരു ഉടുപ്പ് പോകുന്നത്. ഇതിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അപ്പൊ നല്ല സൂപ്പർ ആയിട്ടുള്ള ഡ്രസ്സാണ് ഈ ഒരു വന്നിരിക്കുന്നത്. നല്ല ഗോൾഡൻ ഷെയ്ഡില് ഇതൊരു 3 ലെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ, ഇതൊരു ലെയർ താഴത്തേക്ക് നല്ല പോലെ ഞൊറി കൊടുത്തിട്ട് നല്ല സൂപ്പർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സെയിം ക്ലോത്ത് തന്നെയാണ്, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഇതിന്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ് ഈ കാണുന്നത്. ഇവിടെ നല്ലൊരു ബട്ടൺ വർക്കാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ ബട്ടൺ ഊരാനൊന്നും പറ്റില്ല കേട്ടോ. വേറെ വർക്കും കാര്യങ്ങളും ഒന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ്. മീഡിയം സൈസ് ആണ്. മോഷ് കെയർ എന്ന് പറഞ്ഞ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ബ്രാൻഡ്. മീഷോന്റെ ആയതുകൊണ്ട് പിന്നെ പല ബ്രാൻഡ്സും ഉണ്ടായിരിക്കും. കൈ വന്നിട്ട് ചെറിയൊരു പഫ് ഇവിടെ ഈ ഒരു സൈഡിൽ ഒരു പഫ് കൊടുത്തിട്ട് പിന്നെ നല്ല നോർമൽ ആയിട്ടുള്ള കൈയാണ് കൊടുത്തിരിക്കുന്നത്. നെക്ക് വരുന്നത് സ്ക്വയർ നെക്ക് ആണ്, ഒരു ഡീപ്പ് സ്ക്വയർ നെക്ക് ആണ് വരുന്നത്. പിന്നെ വേറെ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ്. വേറെ വർക്കും കാര്യങ്ങളും മറ്റും ഒന്നും വരുന്നില്ല. ഇവിടെ ആകെ ഒരു 3-4 ബട്ടൺ ഉണ്ട് എന്നല്ലാതെ വേറെ ഒരു കാര്യങ്ങളും വരുന്നില്ല. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ്. ലൈനിങ്ങും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ്. ഒരു മിക്സഡ് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു നല്ല ഓഫ് ഷെയ്ഡില് പേസ്റ്റൽ പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ഒരു ബേബി പിങ്ക് എന്നൊക്കെ പറയാം. അപ്പൊ നമുക്ക് അധികം അടിച്ച് കണ്ണിന് നല്ല അടിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു പിങ്ക് അല്ല, നല്ലൊരു ഓഫ് പേസ്റ്റൽ ഷെയ്ഡിലുള്ള ഒരു പിങ്ക് ഷെയ്ഡില് ഗ്രീൻ ഫ്ലവേഴ്സും വൈറ്റ് ഫ്ലവേഴ്സും ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വാങ്ങിക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് മോശമായിരിക്കും എന്നൊക്കെ വിചാരിച്ചെങ്കിൽ കൂടി നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇട്ട് നോക്കിയപ്പോഴും നല്ല പെർഫെക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു. മീഡിയം സൈസാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പല കളർ ഷെയ്ഡും അവൈലബിൾ ആണ്, പല സൈസും അവൈലബിൾ ആണ്. അപ്പൊ സ്മോൾ മുതൽ ട്രിപ്ലക്സിൽ വരെ അവൈലബിൾ ആണ്. ലിങ്കും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഇതിന് ഏകദേശം 370 രൂപയാണ് വരുന്നതെന്ന് തോന്നുന്നു. എന്തായാലും 400 രൂപയിൽ താഴെയാണ് വരുന്നത്. നിങ്ങൾക്ക് ട്രൈ ഓൺ ചെയ്യാം. ഇത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നതിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇവിടെ നല്ല മഴ പെയ്യാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.